മൂന്നാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. SSLC ഒന്ന് മാറി നിൽക്കുക, ഇതിൽ നിങ്ങളില്ല, കണ്ടാൽ മതി. സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ സബ്ജക്റ്റ്. പണ്ട് കേരനിരകളാടുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലെ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ ചുമ്മാ തെക്കും വടക്കും ഉഴപ്പി നടന്ന് ജയിച്ചു കയറിയ ഒരു വസന്ത കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ മാമന്മാരോടും ആൻറ്റിമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർ പറഞ്ഞു തരും. ആ വസന്തകാലത്തിന് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടുതൽ ബെറ്റർ ആൻഡ് പർപ്പസ്ഫുൾ ആക്കാൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ വി ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ആകെ ഒന്ന് അഴിച്ചു പണിയുകയാണ്. ആ ഒരു പണിയിൽ ഈ ഓൾ പാസ്, അതായത് പഠിച്ചാലും ഇല്ലേലും വാരിക്കോരി മാർക്ക് ചൊരിഞ്ഞ് എല്ലാവരെയും ജയിപ്പിച്ച് കയറ്റിവിടുന്ന ആ മറ്റേ പരിപാടി അതങ്ങ് നിർത്താൻ പോവുകയാണ്. ഈ ഒരു സിസ്റ്റം ഹൈസ്കൂൾ സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, UP LP വരെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചു കയറാൻ നന്നായി പഠിക്കേണ്ടി വരും ഉഴപ്പിയാൽ. അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ ഐ ഗോട്ട്, ആദ്യം ഹൈസ്കൂളുകാരുടെ ഓൾ പാസ് അങ്ങ് നിർത്തും. ഈ വർഷം 2025 8ാം ക്ലാസ്സിൻ്റെയും അടുത്ത വർഷം 2026 മുതൽ 9ാം ക്ലാസ്സിൻ്റെയും ഓൾ പാസ് ഖതം. അവിടെ കൊണ്ടും തീർന്നില്ല. അടുത്ത ഘട്ടം എന്ന നിലയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 7ാം ക്ലാസ് മുതൽ താഴേക്ക്, അറിയാലോ, 6, 5, 4, 3 അവിടെ വരെ ചെന്ന് ഓൾ പാസ് സിസ്റ്റം നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിദ്യാഭ്യാസ വകുപ്പ്. അറിയാലോ, Kerala, sir. 100% literacy, sir.